പെട്ടെന്ന് 2 കേസുകൾ വരുന്നു. അതും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത വിധത്തിൽ എന്തൊക്കെയോ ചുറ്റുപാട് സംഭവിക്കുന്നു. അപ്പോൾ വേടൻ്റെ ലൈവ് നമ്മൾ ദൃശ്യങ്ങൾ കൊടുക്കുന്നുണ്ട്. ബുദ്ധനെ വേടൻ കളിപ്പിച്ചിട്ട് പോകുന്ന വിഷ്വൽസ് ഉണ്ട്. ഒടുവിൽ ജെയ്സൺ ചാമളപ്പിൻ്റെ അടുത്ത് നമ്മളത് പറയുന്നുണ്ട്. ബുദ്ധനെ കളിപ്പിച്ച് പോകുന്നുണ്ട്. ഇനി അങ്ങോട്ടേക്ക് ക്യാമറ തിരിക്കരുത്, വീട്ടിലേക്ക് ക്യാമറ തിരിക്കരുത് എന്ന് പറയുന്നുണ്ട്. വീട്ടിലുള്ള ദൃശ്യങ്ങൾ എടുക്കരുത്, പാവം അവരെന്ത് പിഴച്ചു. അപ്പോൾ ഈ പോലീസ് ജീപ്പിൽ അല്ലെങ്കിൽ ഈ കസ്റ്റംസ് വനംവകുപ്പിൻ്റെയൊക്കെ ജീപ്പിൽ ഇരിക്കുന്ന സമയത്ത് വേടൻ്റെ മനസ്സിലെന്തായിരുന്നു? വേടനെ കാണുന്ന സമയത്ത് വളരെ സൈലൻ്റ് ആയിട്ടാണ് വേടൻ പോകുന്നത്. എന്തായിരുന്നു മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരുന്നത്? നമുക്കതിങ്ങനെ കൃത്യമായിട്ട് പറയാം. നമുക്ക് പേടിയുണ്ടായിരുന്നു. എൻ്റെ ഫാമിലിനെയും എൻ്റെ സുഹൃത്തുക്കളെയും കുറിച്ച്. കാരണം എന്നെ ഡിപ്പെൻഡൻ്റ് ആയിട്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ള പേടിയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. എനിക്കറിയാം ഈ 2 കേസുകളിൽ ഞാൻ എന്താ ചെയ്തിരിക്കുന്നത്, എൻ്റെ സ്റ്റാൻഡ് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പോൾ അത് കാരണം നിയമപരമായിട്ട് അതിനെ നേരിടാമെന്നുള്ള പൂർണ്ണ ബോധ്യത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ ആ ടെൻഷനൊന്നും എനിക്കുണ്ടായിരുന്നില്ല. എനിക്ക് മീഡിയ ചേട്ടനറിയാലോ. അപ്പോൾ എനിക്ക് എൻ്റെ ഫാമിലീനെ, കാരണം അവർ ഒരു ജീവിതത്തിൽ ഒരിക്കൽ പോലും സന്തോഷത്തിൽ ജീവിക്കാത്ത ആൾക്കാരാണ്. എൻ്റെ അപ്പനും അനിയത്തിയും ചേട്ടനൊക്കെ. അവർക്ക് ഇപ്പോഴാണ് ഒരു മോശമില്ലാത്തൊരു വീട്ടിൽ സ്കൂട്ടറൊക്കെ ഉണ്ട്, യാത്ര ചെയ്യാൻ സൗകര്യവും അവർക്ക് തോന്നുന്ന ഭക്ഷണങ്ങൾ എപ്പോൾ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്നൊരു സാഹചര്യത്തിൽ ഇപ്പോഴാണ് അവർ ജീവിക്കുന്നത്. അവരെ സന്തോഷം അനുഭവിച്ചു തുടങ്ങിയിട്ടുള്ളൂ. ആ കുപ്പായം വിയർപ്പ് തന്നെ ഇട്ടതാ. തീർച്ചയായിട്ടും. പക്ഷെ നാട്ടുകാർ അതിന് വേറെ കഥകളൊക്കെ പറഞ്ഞു പ്രചരിപ്പിച്ചു. അത് നാട്ടുകാർക്ക് എന്തും പറയാലോ.